വന്യമൃഗശല്യം രൂക്ഷമായ കോതമംഗലം കുട്ടമ്പുഴയിൽ കൃഷിനാശം നേരിട്ട കർഷകർക്ക് വർഷങ്ങളായി ധനസഹായമില്ല. 2021 കാട്ടാന ആക്രമണത്തിൽ തോട്ടം നശിച്ച കർഷകന് 28,000 രൂപ മാത്രമാണ് നൽകിയത്. തുടർന്നുള്ള വർഷങ്ങളിലും കൃഷി നശിപ്പിക്കപ്പെട്ടു. വന്യമൃഗങ്ങൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് തടയാൻ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. കുട്ടമ്പുഴ പിണവൂർക്കുടി സ്വദേശി ഗോപാലകൃഷ്ണന്റെ കൃഷിയിടത്തിൽ 2021 മുതൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. 2021 ജൂൺ 16 കൃഷിയിടത്തിലെത്തിയ ആനക്കൂട്ടം വിളകൾ നശിപ്പിച്ചു. കൃഷിയിടത്തിലെ കിണറ്റിൽ ഒരു കാട്ടാന വീഴുകയും ചെയ്തു. കിണർ മണ്ണിട്ട് നികത്തിയാണ് ആനയെ കരക്ക് കയറ്റിയത്. അതോടെ കൃഷി ആവശ്യങ്ങൾക്ക് വെള്ളം കണ്ടെത്താൻ മറ്റൊരു കിണർ നിർമ്മിക്കേണ്ടി വരികയായിരുന്നു. കായ്ഫലം തരുന്ന തെങ്ങുകളും റബ്ബറും ആനക്കൂട്ടം നശിപ്പിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായ കർഷകന് 28,000 രൂപ മാത്രമാണ് നഷ്ടപരിഹാരമായി ലഭിച്ചത്. മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ തീരുമാനപ്രകാരം 28,000 രൂപ നഷ്ടപരിഹാരം കിണറ് മെയിൻ്റനൻസ് പണിക്കൊക്കെ ആയിട്ട് 28,000 രൂപ കോടതിയിൽ നിന്ന് അനുവദിച്ചു. അതല്ലാതെ അതിനുശേഷം 24 വരെ എല്ലാ വർഷവും തുടർച്ചയായി ദേഹണ്ഡങ്ങൾ നശിപ്പിച്ച് ഇങ്ങനെ ആന വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ശേഷം ഒരു പൈസ പോലും സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. 2021 ശേഷം തുടർന്നുള്ള എല്ലാ വർഷവും മൃഗങ്ങൾ കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കൃഷിനാശം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടികളുണ്ടായില്ല. കൃഷിയിടങ്ങളിലേക്ക് മൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാൻ ട്രെഞ്ചുകളും ഫെൻസിംഗും സ്ഥാപിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. സർക്കാർ കണ്ണടച്ചതോടെ സ്വന്തം ചിലവിൽ ഫെൻസിംഗ് സ്ഥാപിക്കുകയാണ് കർഷകർ. ജനം, കൊച്ചി.